ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ബുക്കിലെ ദ ഗിവിങ് ട്രീ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഓരോ പിക്ചർ വൈസ് ഞാൻ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. ഫസ്റ്റ് പിക്ക് പറയുന്നത് അവിടെ ഒരു ട്രീ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. അവർ ഭയങ്കര ഉറ്റ ചങ്ങാതിമാരായിരുന്നു. ഉറ്റ ചങ്ങാതിമാരായതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ചായിരുന്നു കളിക്കാറ്. അപ്പോൾ ആ കുട്ടി ഇതിൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് ക്രൗൺ ആക്കും, കിരീടമൊക്കെ ആക്കിയിട്ട് അവരിങ്ങനെ കിങ് ഓഫ് ദ ഫോറസ്റ്റ് ഒക്കെ കളിക്കാറുണ്ടായിരുന്നു. മൂന്നാമത്തെ പിക്ക് പറയുന്നത് ആ കുട്ടി അതിൻ്റെ കൊമ്പുകളിലൊക്കെ ഇങ്ങനെ ക്ലൈംബ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ക്ലൈംബ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ കൂടെ ഇങ്ങനെ കുരങ്ങന്മാരൊക്കെ തുള്ളി കളിക്കും പോലെ ഇങ്ങനെ കയറി ചാടി കളിക്കുമായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ മരത്തണലിലായിരുന്നു ഈ കുട്ടി ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കളിക്കുന്ന സമയത്ത്. ആ സമയത്ത് ആ ഒരു കുട്ടിയും ആ ഒരു ട്രീയും ചെറിയ പ്ലാന്റും അതുപോലെ തന്നെ ഒരു കുട്ടിയായിരുന്നു. പിന്നെ ആ കുട്ടിയും ആ ട്രീയും തമ്മിലുള്ള സൗഹൃദം കൂടി വന്നു. അവർ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സായി. അങ്ങനെ സമയം പോയി. ആ ട്രീയും വലുതായി, ആ കുട്ടിയും വലുതായി. പിന്നെ കുറേ കാലത്തിന് ശേഷം ആ കുട്ടി ആ ട്രീയെ കാണാൻ വരാണ്. അപ്പോൾ ആ ട്രീ പറയാണ്, വരൂ കുട്ടി, എൻ്റെ ചില്ലകളിൽ കയറി ക്ലൈംബ് ചെയ്ത് കളിക്കൂ, അതുപോലെ തന്നെ എൻ്റെ ഫ്രൂട്ട്സൊക്കെ കഴിക്കൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ ആ കുട്ടി വലിയൊരാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അത്ര ചെറിയ കുട്ടിയല്ല, ഞാൻ വലുതായി, അപ്പോൾ എനിക്കങ്ങനെ കളിക്കാനൊന്നും കഴിയില്ല എന്നൊക്കെ പറയാണ്. പിന്നെ അതിനോട് ആ ഒരു കുട്ടി ആ മരത്തിനോട് എനിക്ക് കുറച്ച് പൈസ തരുമോ എന്ന് ചോദിക്കുകയാണ്. അതായത് എനിക്ക് കുറച്ച് പണം തരുമോ എന്ന് അതിനോട് ചോദിക്കുകയാണ്. അപ്പം മരം പറഞ്ഞു, എൻ്റെ കയ്യിൽ പണം ഇല്ല കുട്ടി, നീ എൻ്റെ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് വിറ്റിട്ട് നീ അതിൻ്റെ പൈസ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ഭയങ്കര എന്താ പറയുക സന്തോഷമായിട്ട്, കുട്ടിയല്ല അതൊരു ചെക്കനായിട്ടുണ്ടായിരുന്നു, അപ്പം അതിൻ്റെ മുകളിൽ കയറി ആ ഫ്രൂട്ട്സൊക്കെ സെല്ല് ചെയ്തിട്ട് പണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ ആ കുട്ടി ഒരു വലിയൊരു ആളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ ആ ട്രീ വേഗം അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ കൊഴിച്ച് അവനെങ്ങനെ വരവേറ്റു. അതുപോലെ തന്നെ നീ എൻ്റെ കൊമ്പുകളിലൊക്കെ കയറി കളിക്കൂ കുട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൻ വന്നിട്ട് പറയാണ്, എനിക്ക് കളിക്കാനുള്ള നേരമൊന്നുമില്ല, എനിക്ക് എൻ്റെ കുടുംബത്തെ നോക്കണം, എനിക്കതിനായിട്ട് പണമൊക്കെ ഉണ്ടാക്കണം, എനിക്കിപ്പോൾ കളിച്ചിരിക്കാനുള്ള നേരമല്ല എന്ന് അവൻ പറയാണ്. അതുപോലെ തന്നെ അവൻ പറയുന്നുണ്ട്, എനിക്ക് ഇപ്പോൾ ഒരു വീടില്ല, എനിക്കൊരു ഷെൽട്ടർ വേണം, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് ആ മരത്തിനോട്. അപ്പോൾ ആ മരം പറയാണ്, എൻ്റെ കയ്യിൽ വീടൊന്നുമില്ല, ഈ ഫോറസ്റ്റ് തന്നെയാണ് എൻ്റെ വീട്, അതുകൊണ്ട് നീ എന്ത് ചെയ്തോ, എൻ്റെ ബ്രാഞ്ചസ്, അതായത് എൻ്റെ ചില്ലകളും ഇതൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് നീ വീടിന് വേണ്ടി യൂസ് ചെയ്തു എന്ന് പറയാണ്. അപ്പം അവൻ ആ കാര്യങ്ങളൊക്കെ എടുത്തു കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അവനിങ്ങനെ സഹായിക്കുമ്പോഴൊക്കെ ട്രീ ഭയങ്കര ഹാപ്പി ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെയും കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾ ആ ഒരു മരത്തിനെ കാണാൻ വേണ്ടി വന്നത്. അപ്പോഴത്തേക്കും അയാൾക്ക് ഏകദേശം ഒരു 55 വയസ്സൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാം. കാരണം ഈ പിക്കിൽ അത്രയും വയസ്സൊക്കെ തോന്നിക്കുന്നുണ്ട്. അങ്ങനെ അവൻ വരികയാണ്. അപ്പോൾ ട്രീ പറയാണ്, വരൂ എൻ്റെ കൂടെ കളിക്കൂ എന്ന് പറയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര വയസ്സായി, എനിക്കിപ്പോൾ പഴയ പോലെ ഇങ്ങനെ കളിക്കാനുള്ളതൊന്നും ഇല്ല, അപ്പം എനിക്ക് നീ ഒരു ബോട്ട് തരുമോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അപ്പോൾ അയാൾക്ക് എന്തോ ഒരു കാര്യത്തിന് ബോട്ട് ആവശ്യമുണ്ടായിട്ട് അവൻ ബോട്ട് തരുമെന്ന് ആ ട്രീനോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ ട്രീ പറയാണ്, നീ എൻ്റെ ട്രങ്ക് യൂസ് ചെയ്തുകൊണ്ട് ബോട്ട് ഉണ്ടാക്കിക്കോ. അതായത് ട്രങ്ക് എന്ന് പറഞ്ഞാൽ ആ ട്രീയുടെ ഒരു തടി തന്നെ, അത് ഉപയോഗിച്ച് നീ ബോട്ട് ഉണ്ടാക്കി എത്ര കാലമാണെന്ന് വെച്ചാൽ ഓടിച്ചോ, സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് പറയാണ്. അപ്പോൾ അവന് സന്തോഷമായി, കാരണം അവൻ്റെ കാര്യം നടന്നല്ലോ. അപ്പോൾ അവന് പിന്നെ കുറേ കാലത്തേക്ക് ആ ഒരു ഭാഗത്തേക്ക് കണ്ടില്ല. അവൻ ആ ട്രീയുടെ ട്രങ്ക് കൊടുത്ത് പോയി, അവൻ സെയിലും ചെയ്ത് അവൻ കുറേ കാലം പിന്നെ അവൻ ആ ഒരു ഭാഗത്തേ കാണാണ്ടായി. മൊത്തത്തിൽ ആഫ്റ്റർ ദാറ്റ് ട്രീനെ അവൻ തിരിഞ്ഞു നോക്കിയില്ല. പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ അവന് തിരിച്ചെത്തുന്നുണ്ട് കേട്ടോ, ഇതിനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കുമോ എന്തോ. അപ്പം ആ ട്രീ അവനോട് പറയുകയാണ്, എൻ്റെ കയ്യിൽ നിനക്ക് തരാൻ ഒന്നുമില്ല, എൻ്റെ ഫ്രൂട്ട്സൊക്കെ പോയി, എനിക്ക് ഒന്നും തരാൻ പറ്റില്ല എന്ന് ഇങ്ങനെ ട്രീ സങ്കടത്തോടെ പറയുമ്പോൾ അവൻ പറയാണ്, അത് സാരമില്ല, കാരണം എനിക്കും പല്ലില്ല, ഫ്രൂട്ട്സ് കഴിക്കണേ പല്ല് വേണമല്ലോ, എനിക്കും അതില്ല. കാരണം അയാൾ അത്രയും ഓൾഡായി, അയാൾ വാർദ്ധക്യത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആ മരം പറയുകയാണ്, നിനക്ക് ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് കളിക്കാനൊന്നും എൻ്റെ അടുത്ത് എൻ്റെ തടിയും ഇല്ല, ഞാനിപ്പം ഒരു ഓൾഡായിട്ടുള്ളൊരു സ്റ്റമ്പ് മാത്രമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, ഞാനും ക്ലൈംബ് ചെയ്യാൻ മാത്രം എനിക്ക് ആരോഗ്യമില്ല, ഞാൻ ഭയങ്കര വയസ്സായി എന്ന് അയാളും പറയാണ്. ആ ഒരു മരം അയാൾ ഇത്രയും സഹായിച്ചെങ്കിലും അയാൾക്ക് തിരിച്ചൊന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള കുറ്റബോധം അയാളുടെ മനസ്സിൽ നമുക്ക് 18ാമത്തെ ആ ഒരു പിക്ചറിൽ നമുക്ക് കാണാം. അയാൾ അതൊക്കെയാണ് അതിൽ പറയുന്നത്.
അപ്പോൾ പിന്നെ അവസാനം അയാൾ ആ ഒരു മരത്തടി വെട്ടിയ ഭാഗത്ത് ആ ഒരു ചെറിയൊരു സ്റ്റമ്പുമ്മൽ കയറി ഇരുന്ന് അയാൾ റെസ്റ്റ് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ അവർ രണ്ടുപേരും ഭയങ്കര ഓൾഡായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹാപ്പിയും സ്മൈൽഡും ആയിട്ടുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് പിന്നെയും ഒരു ചെറിയൊരു പുഞ്ചിരി വിടരാണ്. അവരുടെ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വരാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മളെ പഠിപ്പിക്കുന്നത് നെവർ ഫോർഗെറ്റ് ദോസ് ഹു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് അസ്. നമ്മളെ സഹായിച്ചവരെയും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയവരെയും നമ്മൾ ഒരിക്കലും മറക്കരുത് എന്നൊരു കോൺസെപ്റ്റാണ് ഈ ഒരു സ്റ്റോറി നമ്മളോട് പറയുന്നത്. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു ന്യൂ വേർഡ്സ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നിയ ഏതെങ്കിലും ഒരു ടഫസ്റ്റ് വേർഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഡൗൺ ചെയ്യാം, എന്നോട് സംശയങ്ങൾ ചോദിക്കാം. അതുപോലെ തന്നെ ഇനിയും മോർ വീഡിയോസിന് നിങ്ങൾ ഈ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.